പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്ത 4 പേരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന രോഹിത് നിരപരാധിയാണ് എന്നുള്ള തിരിച്ചറിവ് ബാലചന്ദ്ര മേനോനിലും അലീനയിലും വലിയ പ്രതീക്ഷകളാണ് ഉണ്ടാക്കിയത്. തുടർന്ന് ഏതു മാർഗേനയും രോഹിത്തിനെ പുറത്തിറക്കുക എന്ന ലക്ഷ്യത്തോടെ ബാലചന്ദ്ര മേനോൻ പല വാതിലുകൾ മാറി മാറി മുട്ടുവാൻ തുടങ്ങി. ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രാദേശിക നേതാക്കന്മാരെ പാർട്ടി ഓഫീസുകളിലും ഭവനങ്ങളിലും പോയി നേരിട്ട് കാണുകയും ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി അവരെ ബോധ്യപ്പെടുത്തുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ മുൻപിൽ ബാലചന്ദ്ര മേനോൻ പരമാവധി കുനിഞ്ഞു. പക്ഷേ ഇത് കേസ് വേറെയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ പോലും ബാലചന്ദ്ര മേനോനോട് അനുഭാവപൂർണമായൊരു മറുപടി പറഞ്ഞില്ല. ഒരു ദേശീയ പാർട്ടിയുടെ നേതാവ് പറഞ്ഞത്, തൻ്റെ മകൻ ഒരാളെ കൊന്നിട്ട് വന്നാൽ പോലും ഞാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇത് കേസ് വേറെയാണ്, എന്ന് വെച്ചാൽ നാറ്റ കേസാണ്. ഇതിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചാൽ ഞാനും അത്തരക്കാരനാണ് എന്ന് ജനങ്ങൾ പ്രചരിപ്പിക്കും. അതെൻ്റെ രാഷ്ട്രീയ ഭാവിയെ വല്ലാതെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഞാൻ നിസ്സഹായനാണ് ബാലചന്ദ്ര എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ അയാൾ ഒഴിവാക്കി. ഒടുവിൽ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവിൻ്റെ മുൻപിൽ അയാൾ വലിയ പ്രതീക്ഷയോടുകൂടി അവസാനം എത്തുകയാണ്. എന്നാൽ ബാലചന്ദ്ര മേനോനെ കണ്ടപ്പോൾ തന്നെ അയാൾ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് അയാളെ അഭിസംബോധന ചെയ്തു തുടങ്ങിയത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: താൻ എന്താണോ വിചാരിച്ചത്? തന്നെ പോലെയുള്ള ബൂർഷ മൂരാച്ചികളുടെ മക്കൾക്ക് തട്ടിക്കളിക്കാനുള്ളതാണോ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ വീടുകളിലെ പെൺകുട്ടികൾ? ഈ ഒരു കേസും പറഞ്ഞുകൊണ്ട് എൻ്റെ മുൻപിലേക്ക് വരുവാൻ എങ്ങനെയാണോ തനിക്ക് ധൈര്യമുണ്ടായത്? താൻ എന്നെയും എൻ്റെ പാർട്ടിയെയും കുറിച്ച് എന്താണ് വിചാരിച്ചത്? ഒരു പാവം പിടിച്ച പെണ്ണിനെ ബലാത്സംഗം ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞ തൻ്റെ മകനെ സപ്പോർട്ട് ചെയ്യുവാൻ ഞാനും എൻ്റെ പാർട്ടിയും ഇറങ്ങിത്തിരിക്കുമെന്നാണോ താൻ കരുതിയത്? ഇവിടെ ഇപ്പോൾ തൻ്റെ മുഖത്ത് ഞാൻ അടിക്കുകയാണ് ചെയ്യേണ്ടത്. നാണം കെട്ടവൻ! പീഡനക്കാരനായ മകന് വേണ്ടി വക്കാലത്ത് പറയുവാൻ എന്നെയും എൻ്റെ പാർട്ടിയുമാണ് നീ കണ്ടെത്തിയതല്ലേ? തന്നെ പോലെയുള്ള ഒരുത്തനോട് ഇമാതിരി മറുപടി അല്ല പറയേണ്ടത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് പോകുവാൻ എൻ്റെ മാന്യത അനുവദിക്കാത്തത് കൊണ്ട് ഞാനിപ്പോൾ കൂടുതലൊന്നും സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നില്ല. അയാളുടെ ആക്രോശങ്ങളും ശരീരഭാഷയും കണ്ടിട്ട് ബാലചന്ദ്ര മേനോൻ വല്ലാതെ പരുങ്ങിപ്പോയി. തുടർന്ന് അയാൾ പറയുന്നുണ്ട്: സർ, എൻ്റെ മകൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവന് വേണ്ടി സംസാരിക്കാൻ ഞാൻ വന്നത്. അവൻ തെറ്റുകാരനാണ് എന്നുള്ള ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ അവന് വേണ്ടി വക്കാലത്ത് പറയാൻ വരില്ലായിരുന്നു. എടോ, തൻ്റെ മകൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് തന്നോട് ആരാ പറഞ്ഞേ? എല്ലാ കുറ്റവാളികളും ഇത് തന്നെയല്ലേ പറയുന്നത്? സാറേ, എൻ്റെ മകൻ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത് എൻ്റെ ഊഹമോ എൻ്റെ മകൻ എന്നോട് പറഞ്ഞതോ അല്ല. ഇത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ലഭിച്ച അറിവാണ്. താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? പോലീസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ അറിവ് ലഭിച്ചെന്നോ? ഏത് പോലീസാണോ തന്നോടത് പറഞ്ഞത്? പറയടോ, ഞാനും കൂടെ അറിയട്ടെ. ഏത് പോലീസാണ് തൻ്റെ മകന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് തന്നോട് ബോധ്യപ്പെടുത്തിയത്? അത്രയും കേട്ടപ്പോഴേക്കും ബാലചന്ദ്ര മേനോന് തൃപ്തിയായി. അയാൾ പറയുകയാണ്: സോറി സാർ, നിങ്ങളൊരു മാന്യനാണ് എന്ന് വിചാരിച്ച് മാന്യമായ പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവും എന്ന് കരുതിയാണ് ഞാനിവിടേക്ക് വന്നത്. അപ്പോഴേക്കും നേതാവ് കസേരയിൽ നിന്ന് ചാടി അങ്ങ് എഴുന്നേറ്റു. ഞാൻ തന്നോട് മാന്യത വിട്ട് പെരുമാറിയോടൂ. മര്യാദയില്ലാതെ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് തനിക്ക് കാണണോ? വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് കേട്ടപ്പോഴേക്കും ബാലചന്ദ്ര മേനോൻ പിന്നെ അവിടെ നിൽക്കുവാൻ തയ്യാറായില്ല. അയാൾ നിരാശയോടെ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുകയാണ്. ബാലചന്ദ്ര മേനോന്റെ മടങ്ങിവരവിനെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അലീനയുടെ മുൻപിലേക്ക് വല്ലാത്ത മ്ലാനഭാവത്തോടെ എത്തി ബാലചന്ദ്ര മേനോൻ പറഞ്ഞ വാക്കിങ്ങനെയാണ്: നമുക്ക് എവിടെയും നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല മോളെ. എല്ലാ വഴികളും അടഞ്ഞു. എല്ലാവരും നമുക്കെതിരാണ്. അത് കേട്ടിട്ട് ബാലചന്ദ്ര മേനോനെ അലീനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്: അച്ഛൻ വിഷമിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഒരു വഴി അടഞ്ഞാൽ പല വഴികൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നമുക്ക് നോക്കാം. എന്തായാലും ദൈവം ഒരിക്കലും വായും മൂക്കും എല്ലാം കൂടി ഒരുമിച്ച് പൊത്തിക്കളയുകയില്ല. ഇത് പറഞ്ഞിട്ട് അലീന തൻ്റെ മുറിയിലേക്ക് പോയി. പക്ഷെ അടുത്ത ദിവസം പ്രഭാതത്തിൽ വീണ്ടും അവൾ ബാലചന്ദ്ര മേനോനെ സമീപിച്ചിട്ട് പറയുകയാണ്: അച്ഛാ, ഞാൻ DYSP മധുസൂദനെ ഒന്ന് പോയി കണ്ടാലോ? അലീനയുടെ വാക്ക് കേട്ടുകൊണ്ട് ബാലചന്ദ്ര മേനോൻ ഒരു നിമിഷം ഒന്ന് അമ്പരക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്: അതുകൊണ്ട് പ്രത്യേകിച്ച് എന്താണ് ഗുണം? അല്ലച്ചാ, ഞാൻ ആലോചിച്ചത് നമ്മൾ ഇനി ഏത് വഴിയാണ് പോകേണ്ടത് എന്ന് അദ്ദേഹത്തോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. എന്തെങ്കിലും ഒരു പോസിറ്റീവ് മറുപടി ലഭിച്ചാലോ? അത് ശരി, അത് പോലീസിനോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് വക്കീലിനോട് ചോദിക്കുന്നതല്ലേ മോളെ? വക്കീൽ എന്തു പറയാനാണ്? നമുക്ക് കോടതിയിലേക്ക് പോകാം. കോടതിയിൽ പോയി വാദിച്ചു ജയിക്കാം. ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കാം. ഇതൊക്കെ അല്ലാതെ മറ്റെന്തെങ്കിലും വക്കീൽ പറയൂ അച്ഛാ? ആ, അതും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ അച്ഛാ, ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തുവാൻ കഴിഞ്ഞാലോ? മോളെ, നീ ഒറ്റയ്ക്ക് പോകാനാണോ താല്പര്യപ്പെടുന്നത്? ഞാൻ കൂടെ വരണോ? അച്ഛൻ വരണ്ട, അച്ഛനോട് വിശ്രമിക്കേ. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം. മോളെ, പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. പോലീസുകാരൊക്കെ നിന്നോട് പരുഷമായിട്ട് സംസാരിക്കും. അതൊന്നും സാരമില്ലച്ചാ, ആവശ്യം നമ്മുടേതല്ലേ. എന്തായാലും ഞാൻ പോകാൻ തീരുമാനിച്ചു. ഇത് പറഞ്ഞിട്ട് അലീന മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അലീനയെ പിന്നിൽ നിന്ന് വിളിക്കാനോ വിലക്കുവാനോ ബാലചന്ദ്ര മേനോനും തയ്യാറായില്ല.
തുടർന്ന് അലീന വേഗത്തിൽ ഡ്രസ്സ് മാറി ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയതിനു ശേഷം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ഹെഡ് കോൺസ്റ്റബിളിനെ കണ്ടിട്ട് തനിക്ക് ഡിവൈഎസ്പി ഒന്ന് കാണണമെന്ന് അലീന പറയുന്നുണ്ട്. ആ സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട്, കുട്ടി ഏതാണ്, എവിടുന്നാണ് വരുന്നത്? സർ, ഞാൻ ഈ പാലായിൽ തന്നെയുള്ള ആളാണ്. ഓ, അത് ശരി. എന്തിനാണ് ഡിവൈഎസ്പി സാറിനെ കാണുന്നത്? ഒരു കാര്യം സംസാരിക്കാനാണ്. അല്ല, എന്തെങ്കിലും പരാതിയുമായിട്ടാണെങ്കിൽ താഴെ സർക്കിൾ ഓഫീസുണ്ട്, അല്ലെങ്കിൽ SI അദ്ദേഹത്തിന് എടുക്കൽ കൊടുക്കാം. പരാതി അല്ല സാർ, മറ്റൊരാവശ്യത്തിന് വേണ്ടിയാണ്. ശരി, എന്തായാലും കുട്ടി ഇവിടെ നിൽക്ക്. സാർ അല്പം തിരക്കിലാണ്, ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഇത് പറഞ്ഞിട്ട് ഹെഡ് കോൺസ്റ്റബിൾ ഡിവൈഎസ്പിയുടെ ഓഫീസ് റൂമിലേക്ക് ചെന്ന് ഒരു പെൺകുട്ടി സാറിനെ കാണാൻ വന്നിട്ടുണ്ട് എന്നറിയിച്ചു. അപ്പോൾ ഡിവൈഎസ്പി, പെൺകുട്ടി വന്നെന്നോ? ഏതു പെൺകുട്ടി? എന്തിനാണ്? ഇല്ല സാർ, ഞാൻ കാര്യം എന്താണെന്ന് പല ആവർത്തി ചോദിച്ചിട്ടും അത് സാറിനോട് നേരിട്ട് പറയാനുള്ളതാണെന്നാണ് പറഞ്ഞത്. ഓ, അത് ശരി, എങ്കിൽ വരാൻ പറ. അത് കേട്ടുകൊണ്ട് ഹെഡ് കോൺസ്റ്റബിൾ അലീനയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, സാറിനോട് ഞാൻ കാര്യം പറഞ്ഞു, കുട്ടി കയറി ചെല്ലാനാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടിട്ട് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അലീന അയാൾക്ക് നന്ദി പറഞ്ഞിട്ട് ഡിവൈഎസ്പിയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അലീനയെ കണ്ടപാടെ ഡിവൈഎസ്പി മധുസൂദനൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കി. എന്നിട്ട് പറയുകയാണ്, കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ തോന്നുന്നല്ലോ. സാർ, കഴിഞ്ഞ ദിവസം ജോബിച്ചനും മാമച്ചനങ്ങളും കൂടി വന്നിട്ട്. ഓ, മനസ്സിലായി, എൻ്റെ ഒരു മറവി. അല്ല, ഇയാൾ ഇപ്പോഴെന്തിനാണ് വീണ്ടും ഇങ്ങോട്ട് വന്നത്? സാറിനെ കണ്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. കേസിന്റെ കാര്യമല്ലോമാണോ? കഴിഞ്ഞ ദിവസം ജോബിച്ചനും മാമച്ചനും കൂടി ഇവിടെ വന്നിരുന്നു. ഞാൻ അവരോട് കേസിന്റെ സത്യാവസ്ഥകളെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ചൊക്കെ അവരെന്നോട് പറഞ്ഞിരുന്നു സാർ. ഞാൻ വന്നത് എനിക്ക് ഈ വിഷയത്തിൽ സാറിൻ്റെ ഒരു ഉപദേശം ആവശ്യമുണ്ട്. എൻ്റെ ഉപദേശമോ? അത് കൊള്ളാലോടൂ. എന്തായാലും താൻ അങ്ങോട്ട് ഇരിക്കേ. ഇത് പറഞ്ഞിട്ട് അയാൾ അലീനയ്ക്ക് കസേര ചൂണ്ടിക്കാട്ടി. അലീന മടിയൊന്നും കൂടാതെ അവിടേക്ക് ഇരുന്നു. അല്ല, തൻ്റെ പേര് അലീന എന്നല്ലേ? അതെ. എന്താ തനിക്കിപ്പോൾ അറിയേണ്ടത്? സർ, രോഹിത് നിരപരാധിയാണ് എന്ന് സാർ മാമച്ചനങ്ങളോടും ജോബിച്ചനോടും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. അതെ, ഞാൻ അവരോടത് പറഞ്ഞിരുന്നു. പക്ഷേ പോലീസ് പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരമാണത് കേട്ടോ. സത്യമായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സർ, സത്യമാണെന്ന് സാറിന് തോന്നിയത് കൊണ്ടല്ലേ അവരോട് അങ്ങനെയൊക്കെ സാർ പറഞ്ഞത്? കുട്ടി, വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ അവരെ അറിയിച്ചത്. അതും ചില പ്രത്യേക പരിഗണനകൾ അവരോടുള്ളത് കൊണ്ട് മാത്രമാണ്. സർ, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഒരാൾ നിരപരാധിയാണ് എന്നുള്ള സത്യം പോലീസ് അറിഞ്ഞാൽ അത് പുറത്തറിയിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 4 പേരെ പിടികൂടിയിട്ട് അതിൽ ഒരാൾ നിരപരാധിയാണെങ്കിൽ അക്കാര്യം എല്ലാവരെയും അറിയിക്കണ്ടേ സാർ? നിരപരാധിക്ക് നീതി കിട്ടണ്ടേ? അലീനയുടെ ആ സംസാരം കേട്ടപ്പോഴേക്കും ഡിവൈഎസ്പിക്ക് ചെറുതായിട്ടൊന്ന് ദേഷ്യം വന്നു. എങ്കിലും അത് മറച്ചു പിടിച്ചിട്ട് ഒരു ചെറിയ ചിരിയോടുകൂടി അയാൾ പറയുകയാണ്, നിരപരാധിക്ക് നീതി കിട്ടണമെങ്കിൽ അങ്ങ് കോടതിയിൽ പോകണം. അപ്പോൾ വീണ്ടും അലീന, സർ, കോടതിയിൽ പോയി നീതി വാങ്ങി വരുമ്പോഴേക്കും ഒരാളുടെ അഭിമാനവും സമ്പത്തും സൽപ്പേരും കുടുംബവും എല്ലാം തകർന്നു പോവില്ലേ? അതെല്ലാം വീണ്ടെടുക്കുവാൻ നിരപരാധി പിന്നെ എവിടെ ചെല്ലണം? ആരെ സമീപിക്കണം സാർ? ഡിവൈഎസ്പി മധുസൂദനന്റെ മുഖം ചുവന്നു. ഒരു ഗെറ്റ് ഔട്ട് പറഞ്ഞാൽ ഇറങ്ങി പോകാവുന്നതേ ഉള്ളൂ ഈ പെണ്ണ്. പക്ഷേ അവൾ തന്നെ ചോദ്യം ചെയ്യുകയല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അവളുടെ വാക്കുകളിലെ ആത്മാർത്ഥതയും മുഖത്ത് കണ്ട വേദനയും കണ്ണുകളിലെ ശാന്തമായ നിശ്ചയദാർഢ്യവും അത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. എങ്കിലും പാരുഷ്യം മറയ്ക്കാതെ തന്നെ അയാൾ പറയുകയാണ്, അതങ്ങനെ നടക്കുകൂട്ടി. നിരപരാധിയാണെങ്കിലും കുറ്റം ആരോപിക്കപ്പെട്ടയാൾ കോടതിയിൽ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ ഒരു കുറ്റവാളി അനുഭവിക്കേണ്ട എല്ലാ ശാരീരിക മാനസിക പീഡനങ്ങളും അയാൾ അനുഭവിച്ചേ പറ്റൂ. അങ്ങനെയാണ് നമ്മുടെ നിയമവ്യവസ്ഥ. സർ, 100 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുവാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷേ ആ പഴുതിലൂടെ ധാരാളം കുറ്റവാളികൾ രക്ഷപ്പെടുന്നുണ്ട് കുട്ടി. നിരപരാധിക്ക് വേണ്ടി ഇനിയും ആനുകൂല്യങ്ങൾ അനുവദിച്ചു കൊടുത്താൽ അതെല്ലാം കുറ്റവാളികൾ ദുരുപയോഗപ്പെടുത്തും. സർ, പോലീസ് വിചാരിച്ചാലും നിരപരാധിക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ കഴിയില്ലേ? കുറ്റവാളികളെ പിടികൂടാൻ വേണ്ടി മാത്രമല്ലല്ലോ പോലീസ്, നിരപരാധിയെ രക്ഷിക്കുവാനും കൂടിയുള്ളതല്ലേ? പോലീസിന് പരിമിതികൾ ഒത്തിരിയുണ്ട് കുട്ടി. ഇപ്പോൾ ഈ കേസ് തന്നെ എടുക്കാം. രോഹിത് എന്ന പ്രതി നിരപരാധിയാണെന്നിരിക്കട്ടെ. പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ പ്രതികൾ പറഞ്ഞ നിരപരാധിയാണ് എന്ന വാദത്തിന് എന്തെങ്കിലും ബലമുണ്ടോ? പ്രതികളുടെ മൊഴി വിശ്വസിച്ച് അത് സത്യമാണെങ്കിലും അല്ലെങ്കിലും അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ എന്തായിരിക്കും ഫലം? പ്രതികളുടെ ഭാഗം ചേർന്ന് പോലീസ് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം വരും. പോലീസിന് അതുണ്ടാക്കുന്ന ദുഷ്പേര് അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് കുട്ടിക്ക് ഞാൻ പറയാതെ ഊഹിച്ചെടുക്കാൻ കഴിയില്ലേ? ഒരു നിമിഷം അത് കേട്ട് അലീന മൗനമായിരുന്നു പോയി. കാരണം അയാൾ പറയുന്നതും ശരിയാണ് എന്ന് അവൾക്ക് നന്നായി ബോധ്യപ്പെട്ടു. എങ്കിലും അവൾ വീണ്ടും ചോദിക്കുകയാണ്, ഞങ്ങളിനി എന്ത് ചെയ്യണം സാർ? അപ്പോൾ വീണ്ടും ഡിവൈഎസ്പി, അതൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് പറഞ്ഞുകൊണ്ട് അയാൾ അലീനയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു വരുന്നതും മുഖത്ത് സങ്കടം വിതുമ്പുന്നതും അയാൾ കണ്ടു. തുടർന്ന് ചോദിക്കുകയാണ്, നിന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ആ വീട്ടുകാരാണോ? അല്ല സാർ, ഞാൻ സ്വമേധയാ വന്നതാണ്. നീ അവിടുത്തെ ജോലിക്കാരി മാത്രമല്ലേ?
നീ എന്തിനാണ് അവരുടെ പ്രശ്നങ്ങളിൽ ആവശ്യമില്ലാത്ത തലയിടാൻ പോകുന്നത്? സർ, ഞാൻ അവരെ എല്ലാം വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ഇത് പറയുമ്പോഴേക്കും അലീനയുടെ മിഴികൾ തുളുമ്പി. കയ്യിലിരുന്ന കർച്ചീഫ് കൊണ്ട് അവൾ പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു. തുടർന്ന് വീണ്ടും പറയുകയാണ്, സർ, അവിടുത്തെ അച്ഛൻ ഒരു ഹൃദ്രോഗിയാണ്. അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. കുട്ടികൾ അപമാനം കാരണം സ്കൂളിൽ പോകുന്നില്ല. എനിക്കവരെ ഉപേക്ഷിച്ച് പോകുവാൻ വയ്യ സാർ. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. ഇത് പറഞ്ഞുകൊണ്ട് അലീന ഡിവൈഎസ്പിയുടെ നേർക്ക് കൈ കൂപ്പിക്കൊണ്ട് വല്ലാതെ വിതുമ്പി. ഡിവൈഎസ്പി മധുസൂദനൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് ആ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ ചിന്തിച്ചിട്ട് ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. അത് കേട്ടുകൊണ്ട് കുനിഞ്ഞിരുന്ന അലീന പെട്ടെന്ന് മുഖമുയർത്തി. അപ്പോൾ അയാൾ പറയുകയാണ്, ബലാത്കാരത്തിനിരയായ പെൺകുട്ടി മൊഴി നൽകണം. രോഹിത് കുറ്റക്കാരനല്ല എന്ന്. ആ പെൺകുട്ടിയുടെ വിശദമായ മൊഴി ഇതുവരെയും എടുത്തിട്ടില്ല. അവൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായതുകൊണ്ടാണ് മൊഴിയെടുക്കാൻ പറ്റാത്തത്. അലീനയുടെ മുഖത്ത് പ്രകാശം പരക്കുവാൻ തുടങ്ങി. സർ, എന്നാണ് ആ മൊഴിയെടുക്കുന്നത്? കേസ് അന്വേഷിച്ചിട്ട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. ഒരുപക്ഷെ വേണമെങ്കിൽ ഇന്ന് തന്നെ, അല്ലെങ്കിൽ നാളെ. അതുമല്ലെങ്കിൽ അതൊക്കെ പോലീസുകാരുടെ ഇഷ്ടമല്ലേ? അത് കേട്ടുകൊണ്ട് അലീന പറയുകയാണ്, സർ, അതിനു മുൻപ് ഞാൻ ആ പെൺകുട്ടിയെ കണ്ട് ഒന്ന് സംസാരിച്ചാലോ? അവിടെയാണ് പ്രശ്നം. ആ പെൺകുട്ടി ഹോസ്പിറ്റലിൽ പോലീസ് കാവലിലാണ്. അടുത്ത ബന്ധുക്കളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും മഹിളാ പ്രവർത്തകരെയും മാത്രമേ അകത്തേക്ക് കയറ്റിവിടുന്നുള്ളൂ. ഈ അടുത്ത സമയത്ത് കോട്ടയത്ത് ഒരു പെൺകുട്ടി ഇത്തരമൊരു കേസിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും കർശനമായ സുരക്ഷാ സംവിധാനം. അതിനാൽ ഹോസ്പിറ്റലിൽ പോയി ആ കുട്ടിയെ കാണാൻ പറ്റില്ല. പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുക സർ? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നാൽ കാണാം. അപ്പോഴും പല തടസ്സങ്ങളുണ്ട്. അതെന്താണ് സർ തടസ്സം? ചില സാമുദായിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇവരുടെ പിൻപിലുണ്ട്. പെൺകുട്ടിയുടെ ബന്ധുജനങ്ങളും സ്ഥലവാസികളും എല്ലാം വല്ലാതെ ക്ഷുഭിതരായിരിക്കുകയാണ്. അതായത് ഈ 4 പ്രതികളെയും അവരുടെ കയ്യിൽ കിട്ടിയാൽ ഒരസ്ഥി കഷ്ണം പോലും അവരവശേഷിപ്പിക്കില്ല. സമുദായ സംഘടനകൾ ആ എരുതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു 4 പേരെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് അവർ തല പുകഞ്ഞാലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പെൺവാണിഭ കേസിൽ 4 പ്രതികൾ എന്നൊക്കെ പറയുമ്പോൾ തീരെ കുറഞ്ഞുപോയി എന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ചിന്ത. അതിലൊരുത്തൻ നിരപരാധിയാണെങ്കിൽ പോലും പണക്കാരൻ്റെ മോനല്ലേ, കൂട്ടത്തിലുണ്ടായിരുന്നവനല്ലേ, അവനെ വെറുതെ വിടണ്ട എന്നാണ് അവരുടെ പക്ഷം. അതിനാൽ തന്നെ ആ പെൺകുട്ടി എത്രയൊക്കെ സത്യസന്ധയായിരുന്നാലും ഇവരുടെ എല്ലാം സമ്മർദ്ദത്തിന് അടിപ്പെട്ട് രോഹിത്തിന് പ്രതികൂലമായിട്ടുള്ള മൊഴി നൽകാൻ തന്നെയാണ് 100% സാധ്യത. അയാളത് പറയുന്ന സമയത്ത് അലീനയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവളുടെ മുഖം വാടുന്നത് അയാൾ കണ്ടു. എന്നിട്ടും അയാൾ തുടരുകയാണ്, മറ്റു പ്രതികളുടെ രക്ഷിതാക്കൾ പെൺകുട്ടിയെയും ബന്ധുക്കളെയും സ്വാധീനിക്കുവാൻ വേണ്ടി വൻ സന്നാഹങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുമായി ഒരു വലിയ സംഘം തന്നെ സാമുദായിക നേതാക്കളെയും രാഷ്ട്രീയ പാർട്ടികളെയും അധികാരികളെയും സ്വാധീനിക്കുവാൻ എല്ലാ ഉപായങ്ങളും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് പോലും ഇതുവരെയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയ്ക്ക് നിന്നെക്കൊണ്ട് തനിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ കയ്യിൽ പണമുണ്ടോ? സ്വാധീനമുണ്ടോ? അധികാരമുണ്ടോ? അപ്പോൾ അലീന, ഒന്നുമില്ല സാർ, ഒന്നുമില്ല. ഇത് പറഞ്ഞിട്ട് അവൾ എഴുന്നേറ്റു. വെറുമൊരു വീട്ടുവേലക്കാരിയായ എന്നോട് ഇത്രയുമൊക്കെ തുറന്നു പറയാൻ സാറിന് തോന്നിയല്ലോ. അത് പറയുവാൻ സാറിനെ പ്രേരിപ്പിച്ച ആ സത്യം, അത് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അതുമാത്രം മതി എനിക്ക്. ആ വാക്കുകൾ പറയുമ്പോൾ അചഞ്ചലമായൊരു ആത്മവിശ്വാസം അവളുടെ മുഖത്തെ ചൈതന്യദീപ്തമാക്കുന്നത് അയാൾ വിസ്മയത്തോടെ കണ്ടുനിന്നു. തുവാല കൊണ്ട് കണ്ണും മുഖവും ഒപ്പിയിട്ട് അവൾ പറഞ്ഞു, വളരെ നന്ദിയുണ്ട് സാർ. ഏഴയായി എന്നോട് ഇത്രയും സമയം സംസാരിക്കുവാൻ സാറ് സന്മനസ് കാണിച്ചുവല്ലോ. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. പൊയ്ക്കട്ടെ സാർ. മധുസൂദനൻ തലയാട്ടി. അവൾ വാതിൽ കടക്കും മുമ്പ് അയാൾ ഒന്നുകൂടി അലീനയെ വിളിച്ചു. ആ വിളി കേട്ടുകൊണ്ട് അവൾ തിരിഞ്ഞു നിന്നു. അപ്പോൾ അയാൾ പറയുകയാണ്, അവിടുത്തെ വീട്ടുജോലിയേക്കാൾ നല്ലൊരു ജോലി നിനക്കിപ്പോൾ കിട്ടിയില്ലേ? അവൾ കരുണ നിറഞ്ഞ മന്ദഹാസത്തോടെ അയാളെ നോക്കിയിട്ട് വിസമ്മത ഭാവത്തിൽ ഒന്ന് തലയിളക്കി. എന്നിട്ട് പറയുകയാണ്, ഇല്ല സാർ, അവിടുത്തെ വീട്ടുജോലിയേക്കാൾ നല്ലൊരു ജോലി എൻ്റെ മുൻപിലില്ല. കാരണം അതെൻ്റെ വീടാണ്. അവിടെയുള്ളത് എൻ്റെ അച്ഛനും അമ്മയുമാണ്, എൻ്റെ സഹോദരങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പോട്ടെ സാർ. ഇത് പറഞ്ഞ് അലീന വീണ്ടും തിരിഞ്ഞു നടന്നു. തുടർന്ന് കാണുന്നത് ബാലചന്ദ്രമേനോനെയാണ്. എത്ര ആലോചിച്ചിട്ടും പ്രതീക്ഷയുടെ യാതൊരു അടയാളവും അയാളുടെ മനസ്സിൽ തെളിയുന്നില്ല. അലീന ഡിവൈഎസ്പിയെ കണ്ട ശേഷം മടങ്ങി വന്നു പറഞ്ഞ കാര്യങ്ങൾ അയാൾ മുമ്പേ ഊഹിച്ചതൊക്കെ തന്നെയായിരുന്നു. പീഡനത്തിനിരയായ പെൺകുട്ടി തൻ്റെ മകൻ അനുകൂലമായൊരു മൊഴി നൽകുക എന്നുള്ളത് അത് അസംഭവ്യമാണ് എന്ന് ബാലചന്ദ്രമേനോൻ അറിയാം. അതേപ്പറ്റിയുള്ള സൂചനകൾ അയാൾക്ക് നേരത്തെ തന്നെ കിട്ടിക്കഴിഞ്ഞിരുന്നു. മഹിളാ സംഘടനയും രാഷ്ട്രീയ സാമുദായിക സംഘടനകളും എല്ലാം പ്രതികൾക്കെതിരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. കിട്ടിയ ഇരകളെ അവർ കുറ്റം ചെയ്തവരായാലും അല്ലെങ്കിലും വെറുതെ വിടാൻ അവരൊരിക്കലും സമ്മതിക്കില്ല എന്ന് ബാലചന്ദ്രമേനോനും തീർച്ചയുണ്ട്. തൻ്റെ മകൻ്റെ നിരപരാധിത്വം എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുവാൻ പെൺകുട്ടി നൽകാനിരിക്കുന്ന മൊഴിയല്ലാതെ മറ്റൊരാശ്രയവുമില്ല. ഡിവൈഎസ്പി പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അതൊന്നും പ്രായോഗികമല്ല. വല്ലാത്ത നിരാശയോടുകൂടി ബാലചന്ദ്രമേനോൻ അലീനയോട് ചോദിക്കുന്നുണ്ട്,
ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും മോളെ? അപ്പോൾ വീണ്ടും അലീന പറയുകയാണ്, അച്ഛാ, ആ പെൺകുട്ടി സത്യസന്ധമായി പോലീസിന് മൊഴി കൊടുത്താൽ പോരെ? മോളെ, സത്യം പറയാൻ ആ പെൺകുട്ടിയെ ആരെങ്കിലും അനുവദിക്കുമോ? രോഹിത്തും ആ സംഘത്തിലുണ്ടായിരുന്ന ആളല്ലേ? ഒരുത്തനെയും വെറുതെ വിടരുത് എന്നല്ലേ നിഷ്പക്ഷമതികൾ പോലും പറയുന്നത്? അപ്പോൾ ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പ്രതികളിൽ ഒരാളെ ഒഴിവാക്കുവാൻ സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. സമുദായ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സമ്മതിക്കുമോ? അവർ ചെയ്യാത്ത കുറ്റം കൂടി അവൻ്റെ മേൽ ആരോപിക്കുവാൻ അവർ നിർബന്ധിക്കുകയല്ലേ ചെയ്യൂ? ശരിയാണച്ചാ. എന്നാലും എന്നെപ്പോലൊരു പെൺകുട്ടിയല്ലേ അച്ഛാ അവളും? അവൾക്കുമില്ലേ ഒരു മനസാക്ഷി? മോളെ, അവളുടെ ജീവിതം നശിപ്പിച്ചവരോട് അവൾക്ക് എന്തിനാണ് മനസാക്ഷി? അതിലൊരുത്തൻ കാര്യമായ ദ്രോഹമൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവൾക്ക് എന്താണ് പുണ്യം? ആരാണ് നിരപരാധി, അല്ലെങ്കിൽ അതിലൊരാൾ നിരപരാധിയാണോ എന്ന് പോലും അവൾക്ക് ശരിക്കും അറിഞ്ഞുകൂടായിരിക്കും. 4 നായ്ക്കൾ ചേർന്ന് ഇരയെ കടിച്ചു കീറുകയാണ്. പ്രാണപരാക്രമത്തിനിടയിൽ അവൾ എല്ലാവരുടെയും മുഖം ഓർക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അവളുടെ സുബോധം തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുവാനും സാധ്യതയുണ്ട്. ഇനിയിപ്പോ ആ പെൺകുട്ടിക്ക് അറിയാമെന്നിരിക്കട്ടെ രോഹിത് നിരപരാധിയാണെന്ന്. അവൾക്ക് ആ സത്യം പോലീസിനോട് പറയണമെന്നുമുണ്ട്. പക്ഷേ സത്യം പറയുവാൻ അവളെ ആരനുവദിക്കും മോളെ? ബാലചന്ദ്രമേനോൻ പറയുന്നതൊക്കെ കേട്ടിട്ട് അലീന തലകുലുക്കി സമ്മതിക്കുന്നുണ്ട്. എന്നിട്ടും ചോദിക്കുകയാണ്, നമുക്ക് ആ പെൺകുട്ടിയോട് ഒന്ന് സംസാരിച്ചു നോക്കാം അച്ഛാ. അതെങ്ങനെ സാധിക്കും മോളെ? നമ്മളെ അവരങ്ങോട്ട് അടുപ്പിക്കുമോ? ആശുപത്രിയിലൊന്നും പോകണ്ടച്ചാ, നമുക്ക് വീട്ടിൽ ചെന്ന് കാണാം. മോളെ, മകൾക്കുണ്ടായിരിക്കുന്ന ദുരന്തത്തിൽ മനം നൊന്തിരിക്കുന്ന ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കറിയാമോ? പെൺകുട്ടിയെയും അവളുടെ വീട്ടുകാരെയും സ്വാധീനിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആൾക്കാർ പ്രശ്നമുണ്ടാക്കില്ലേ? എന്നുവെച്ച് രോഹിത്തിനെ നമുക്ക് രക്ഷിക്കണ്ടേച്ചാ. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് അവൻ്റെ ഭാവി നശിച്ചു പോവുകയല്ലേ? ഏതായാലും ആ കുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിലാണല്ലോ. തൽക്കാലം ഒന്നും നടക്കില്ല. ഇത് പറഞ്ഞിട്ട് ബാലചന്ദ്രമേനോൻ നിർത്തി. തുടർന്ന് സന്ധ്യ കഴിഞ്ഞ് അയാൾ വൈജയന്തിയെ കാണുവാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. വൈജയന്തിയുടെ മുറി എല്ലായ്പ്പോഴും അടഞ്ഞു തന്നെയാണ് കിടന്നിരുന്നത്. അടുത്ത ബന്ധുക്കൾ ഒഴികെ മറ്റ് സന്ദർശകരെ ആരെയും അവൾ സ്വീകരിച്ചിരുന്നില്ല. പതിവ് പോലെ ഹോം നേഴ്സ് വന്ന് വാതിൽ അല്പം തുറന്നു നോക്കിയിട്ട് പുറത്ത് ബാലചന്ദ്രമേനോനാണ് എന്ന് കണ്ടപ്പോൾ വാതിൽ മുഴുവനായി തുറന്നു. വൈജയന്തി കിടക്കയിൽ ചാരി കിടക്കുകയാണ്. കിടക്കയ്ക്കപ്പുറം ടീപ്പോയിൽ പത്രങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്നത് ബാലചന്ദ്രമേനോൻ കണ്ടു. അയാൾ വൈജയന്തിയുടെ അടുത്തേക്ക് ചെന്നു. അഹങ്കാരത്തിന്റെ മതം കൊണ്ട തലയെടുപ്പ് ഇപ്പോൾ കാണാനില്ല. കണ്ണുകളിലെ വജ്രസൂചികളുടെ മുന അതൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞു. ഇമവെട്ടാതെ വൈജയന്തി ബാലചന്ദ്രന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടക്കുന്നത് കണ്ടുകൊണ്ട് അയാൾ പറയുകയാണ്, ഞാൻ വെറുതെ വന്നേ ഉള്ളൂ. ഇവിടെ തന്നെ ഉണ്ടോ അതോ പോയോ എന്നറിയാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ എങ്ങോട്ട് പോകാനാ? ഒളിച്ചിരിക്കുകയാണ്. അപമാന നിമിത്തം മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ, പേടിച്ചിട്ട്. എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ഞാൻ. ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തേനെ. അത്രയ്ക്ക് മാനം കെട്ടു, ഭർത്താവിനെ കൊണ്ടും മക്കളെ കൊണ്ടും. വൈജയന്തിയുടെ രോഷം കണ്ടുകൊണ്ട് ബാലചന്ദ്രമേനോൻ ചോദിക്കുകയാണ്, നീ പറയുന്നതൊക്കെ ആരുടെ കുറ്റമാണെന്നാ? നിങ്ങളുടെ കുറ്റം. ഒരു കുടുംബം നിങ്ങൾ തകർത്തു. മകനെ ജയിലിലോട്ട് കയറ്റിവിട്ടപ്പോൾ നിങ്ങൾക്ക് തൃപ്തിയായല്ലോ. ഞാനെന്ത് ചെയ്തിട്ടാണ് അവൻ ജയിലിൽ പോയത്? അച്ഛനാണല്ലോ മകന്റെ മാതൃക. അതുകൊണ്ട് തന്നെ അവനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. അച്ഛന് വേലക്കാരി എന്ന ലേബലിൽ ഒരുത്തിയെ വീട്ടിൽ താമസിപ്പിച്ചുകൊണ്ട് എന്തു വൃത്തികേടും കാണിക്കാമെങ്കിൽ തനിക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന് അവനും ചിന്തിച്ചു കാണും. പ്രായപൂർത്തിയായ പുരുഷനല്ലേ അവൻ. അത്രയും കേട്ടപ്പോൾ ബാലചന്ദ്രമേനോൻ പറയുകയാണ്, വൈജയ്, ഇതിന് ഞാൻ വാക്കുകൊണ്ടല്ല മറുപടി പറയേണ്ടത്, കൈകൊണ്ടാണ്. പക്ഷേ നീ കിടപ്പിലായിപ്പോയി. ഞാൻ കിടപ്പിലായതിന്റെ സൗജന്യമൊന്നും നിങ്ങൾ എന്നോട് കാണിക്കണ്ട. നിങ്ങൾക്ക് തല്ലണോ? തല്ലണേ തല്ലിക്കോ. കൊല്ലണോ? കൊന്നാലും ശരി, ഞാൻ പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. അതും മുഖത്ത് നോക്കി. 2 പെൺകുട്ടികൾ കൂടി ഉണ്ടല്ലോ വീട്ടിൽ. ഏതെങ്കിലും ഹോസ്റ്റലിലോ ബോർഡിങ്ങിലോ കൊണ്ട് താമസിപ്പിച്ചാൽ വല്ല പെൺവാണിഭക്കാരുടെ വായിൽ ചെന്ന് പെടാതെ അവരെങ്കിലും രക്ഷപ്പെടും. അച്ഛൻ്റെ രഹസ്യക്കാരിയുടെ ശീലങ്ങളൊന്നും പെൺമക്കൾ കണ്ടു പഠിക്കണ്ട. എടീ, അലീനയുടെ ശീലങ്ങളൊന്നും കണ്ടു പഠിച്ചതുകൊണ്ട് എൻ്റെ പെൺമക്കൾക്ക് ഒരു ദോഷവും വരില്ല. നിന്റെ സ്വഭാവവും നിന്റെ ശീലങ്ങളും അത് മാതൃകയാക്കാതിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് ലജ്ജയില്ലേ മനുഷ്യ? സ്വന്തം മകന്റെ ജീവിതം കുരുതി കൊടുത്തിട്ട് എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള വീൺവാക്ക് പറയുവാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? അവനെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചതിന് ആരാണ് ഉത്തരവാദി? അത് നിങ്ങൾ പറ. ആ വാക്കുകൾക്ക് രോഷത്തോടു കൂടി ബാലചന്ദ്രൻ മറുപടി പറയുകയാണ്, നീ ഒരൊറ്റയൊരുത്തിയാണ്. നീ മാത്രമല്ല, മറ്റൊരാളും കൂടിയുണ്ട്, നിന്റെ ആങ്ങളയുടെ മകൻ. അന്ന് ഹോസ്പിറ്റലിൽ നിന്നും നിന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടിയാണ് രോഹിത്തിനെ വിളിച്ചുകൊണ്ട് ഞാനിവിടേക്ക് വന്നത്. പക്ഷേ നീ എൻ്റെ കൂടെ വരാതെ ഡോക്ടറോട് കള്ളത്തരങ്ങൾ പറഞ്ഞു ഡിസ്ചാർജ് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. അന്ന് ഞങ്ങളുടെ കൂടെ നീ വീട്ടിലേക്ക് വന്നിരുന്നുവെങ്കിൽ രോഹിത്ത് ആ ഗ്യാങ്ങിൽ ഉൾപ്പെടുമായിരുന്നില്ല. അന്നേ ദിവസം അവൻ നമ്മുടെ കൂടെ വീട്ടിലുണ്ടായിരുന്നേനെ. ഹരിയാണ് അവനെ വിളിച്ചുകൊണ്ടുപോയത്. രോഹിത്തിനെ എന്തൊക്കെയോ പറഞ്ഞ് അവൻ ചതിക്കുകയായിരുന്നു. ഇനി നിനക്കറിയാൻ വയ്യാത്ത മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം.
രോഹിത്തിന്റെ മേൽ ഇപ്പോൾ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം അവൻ ചെയ്തിട്ടില്ല, അവൻ നിരപരാധിയാണ്. ഇത്രയും പറഞ്ഞിട്ട് ബാലചന്ദ്രമേനോൻ ആ മുറിയിൽ നിന്നും തിരിച്ചു നടക്കുകയാണ്. ആ വാക്കുകൾ കേട്ടുകൊണ്ട് വല്ലാത്തൊരു നടുക്കത്തോടുകൂടി വൈജയന്തി മറുത്തൊരക്ഷരം പറയുവാൻ കഴിയാതെ പകച്ചു കിടന്നുപോയി. മഴത്തോരും മുൻപ് എന്ന കിടിലൻ സീരിയൽ ശുഭകരമായൊരു ക്ലൈമാക്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. ഈ സീരിയലിൽ വരുവാൻ പോകുന്ന ഭാഗങ്ങൾ അത് മുന്നമേ കൂട്ടി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ കൂടി ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.